മാനവികതയുടെ സന്ദേശമുയർത്തി മർക്കസ് റിയാദ് കമ്മിറ്റി ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു. ദൈവിക സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ബഹുസ്വരതയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള പ്രേരണയാണ് വിശുദ്ധ റമദാൻ നൽകുന്നതെന്ന് മർക്കസ് റിയാദ് ഗ്രാൻഡ് ഇഫ്താർ സംഗമം അഭിപ്രായപ്പെട്ടു. റിയാദ് അൽനൂർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രൗഢമായ സംഗമം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അംഗം സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ഇഫ്താർ വളരെ വിപുലമായി തന്നെ നടന്നു. ഇഫ്താർ സംഗമത്തിൽ ഓരോ വളണ്ടിയേഴ്സിൻ്റെയും ആത്മാർത്ഥമായ സേവനം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവാസലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിരവധി മനുഷ്യർക്ക് അത്താണിയായതാണ് ഈ ICF എന്ന ഈ സംഘടന. നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് മരുന്നും പാർപ്പിടവും ഭക്ഷണവും നൽകി സംരക്ഷിച്ചു പോരുന്ന മർക്കസും സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ജീവകാരുണ്യ മേഖലയിൽ ICFും മർക്കസും നിരവധി സാന്ത്വന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. സ്വന്തം സുഹൃത്തുക്കളോടും കുടുംബത്തോടും കാണിക്കുന്ന കാരുണ്യത്തിലാണ് സൃഷ്ടാവിൻ്റെ പ്രീതി കുടികൊള്ളുന്നതെന്നും അഗതികളോടും അനാഥരോടും ദയ കാണിക്കുകയും സഹജീവികളോട് സഹിഷ്ണുതയോടെ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവകാരുണ്യത്തിന് അർഹരാകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഭിച്ച സമ്പൽ സമൃദ്ധിയിൽ അഹങ്കരിക്കാതെ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകളിൽ സ്വാതന്ത്ര്യമേകാൻ റമദാൻ അവസരമൊരുക്കണം. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷകരാകാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല വ്രതമെന്നും തിന്മകളെ വെടിഞ്ഞ് നന്മകളെ ഉൾക്കൊള്ളാനും സഹജീവികളുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാനുള്ള പരിശീലനമാണ് നോമ്പിൻ്റെ അന്തസ്സത്തെയും അദ്ദേഹം വ്യക്തമാക്കി. മർക്കസ് റിയാദ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ നാസർ അഹ്സനി അധ്യക്ഷത വഹിച്ചു. ഷിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ICF റിയാദ് റീജിയണൽ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി സക്കാഫി, അബ്ദുൾ റഷീദ് ബാക്കവി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള 2000-ലധികം പേർ പങ്കെടുത്ത സംഗമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അബ്ദുറഹ്മാൻ സക്കാഫി ചമ്പ്രശ്ശേരി, കബീർ ചേളാരി, മജീദ് ഹാജി എടയന്നൂർ, മുജീബ് കാലടി, അബ്ദുൽ അസീസ് പാലൂർ, ബഷീർ മാസ്റ്റർ നാദാപുരം, ഇബ്രാഹിം കരീം, ലുക്കുമാൻ പാഴൂർ, അബ്ദുസലാം വടകര, ഉമർ പന്നിയൂർ, ജാബിർ അലി പത്തനാപുരം, ഫൈസൽ മമ്പാട്, ജബ്ബാർ കുനിയിൽ, ഹസൈനാർ ഹാറൂനി, ഷാക്കിർ കൂടാളി, സജീദ് മാട്ട, അക്ബർ കുനിയിൽ, മുനീർ കൊടുങ്ങല്ലൂർ, ബഷീർ മിസ്ബാഹി, അബ്ദുൽ റഹ്മാൻ സക്കാഫി ബദിയ, സാദിഖ് മേൽമുറി, സമദ് മാവൂർ, മുജീബ് അണ്ടോണ, സിറാജ് വേങ്ങര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മർക്കസ് റിയാദ് കമ്മിറ്റി സെക്രട്ടറി ഹസൻ കുട്ടശ്ശേരി സ്വാഗതം, സംഘം കൺവീനർ മൻസൂർ പാലത്ത് നന്ദിയും പറഞ്ഞു. യഥാർത്ഥത്തിൽ ദൂരെ കഴിയുന്ന ആളുകൾക്ക് കണ്ട് സലാം പറയാനുള്ള ഒരു വേദികൾ ഒരുക്കിയതാണ്. ഈ മനുഷ്യന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞ് നിൽക്കുക. ആരും ഒറ്റപ്പെടാൻ പാടില്ല. ആളുകൾ മണി തൂക്കം നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ ആ നന്മയുടെ വർദ്ധിച്ചവരായി. പക്ഷേ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനമായിട്ട് വലിയൊരു കാര്യമാണ് മുസ്ലിം. അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കൂട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ട്.
സമർപ്പണ ബോധവുമുള്ള ഒരു ടീം നമ്മുടെ നാട്ടിൽ രൂപപ്പെടാനുള്ള കാരണം ഒന്ന് നമ്മുടെ സംഘടനയാണ്, മറ്റൊന്ന് സംഘടനയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്ഥാപനങ്ങളാണ്. അത് രണ്ടുമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് വട്ടപൂജ്യത്തിലാകുമായിരുന്നു. ലോകമെങ്കിലും കുതിര ഒരു സമ്പത്തായതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം പറഞ്ഞ് പ്രത്യേകമായി വഴക്കൊണ്ട് ഏൽപ്പിച്ചത് പലവരും മറ്റൊരാളോട് മുമ്പിൽ പറയാൻ വിഷമിക്കുന്ന നേരമാണ് ഇഫ്താറിന്റെ സമയം. ആ സമയത്ത് അൽഹംദുലില്ലാഹ് ലോകസമാധാനത്തിന് പ്രത്യേക പ്രാർത്ഥന നടത്തി. ലോകസമാധാനത്തിന് വേണ്ടിയും മുഴുവൻ മനുഷ്യരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയും വിശ്വാസികൾ ഈ വിശുദ്ധ സമയങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു. ദിവസങ്ങളോളമുള്ള കഠിന പരിശ്രമങ്ങൾക്ക് കൺകുളിർക്കുന്ന പരിസമാപ്തി. അവസാനമെത്തിയ ഓരോ അതിഥിയെയും സ്നേഹപൂർവ്വം നോമ്പ് തുറപ്പിക്കാനായതും മർക്കസ് ഇഫ്താർ കമ്മിറ്റി അറിയിച്ചു. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر. إن شاء الله نستعين على